സുവിശേഷ വേലയ്ക്കൊക്കെ അമ്മ ഇറങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? അത് ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി. കാരണം അത് കഴിഞ്ഞ് സുഖമില്ലല്ലോ എനിക്ക് ഒട്ടും. മെഡിക്കൽ കോളേജുകാർ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിട്ടപ്പോഴേ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പ്രോവിൻസ് വിഭജിച്ചപ്പോഴേ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ. അപ്പോൾ ഇതെല്ലാം തിരക്കിട്ട പണികളെല്ലാം വണ്ടി തന്നു വിട്ടിരുന്നു എനിക്കിപ്പോഴും. അവിടെ കോട്ടയത്ത് ഓഫീസിൽ പോകാനും ഇട പോകാനും വണ്ടി തരും. അങ്ങനെ ആ വണ്ടിക്കാണ് പോകുന്നത്. പോയിട്ട് ഓഫീസിൻ്റെ താഴെ ചെന്നിട്ട് കയറിയാൽ മതിയല്ലോ. അങ്ങനെ പോയി എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ഒരു 6 മാസം കൊണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായി. നേരത്തെ എനിക്ക് ഒട്ടും വയ്യാതെയായി. അങ്ങനെ വയ്യാതെ ആയി കഴിഞ്ഞപ്പം ഈ ധ്യാനം സംഘടിപ്പിച്ചത് നായിക്കമർപ്പിച്ച ടീമായിരുന്നു ധ്യാനം. നമ്മുടെ അൽഫോൻസ കോളേജ് വെച്ച് നടത്തിയ ആ ധ്യാനത്തിന് എന്നെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി പലരും കൂടി പിടിച്ച് പൊക്കി ആ മുറി കയറ്റിയത് പൊക്കത്തിൽ. അവിടെ ഞാൻ കിടന്നുകൊണ്ട് ധ്യാനം കൂടുക പുറകിൽ. 3-ാം ദിവസം അച്ഛനോട് പറയണമെന്ന് പറഞ്ഞ് നായിക്കമർപ്പിച്ചോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ 2-ാം ദിവസം തന്നെ അച്ഛൻ വിളിച്ച് പറയുകയാണേ. കുർബാന എഴുന്നള്ളിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അച്ഛനെ ഞാൻ വിളിച്ചാൽ 15 വർഷമായി നെട്ടലിന് അസുഖമുള്ള മേരി എന്ന് പറഞ്ഞ സിസ്റ്ററിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. പ്രേക്ഷിത വേലയ്ക്കായി സൗഖ്യം കൊടുക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 15-16 തിരുവനന്തപുരത്ത് സന്ദേശമായി കൊടുക്കുന്നു. അത് ഇപ്രകാരമാണ്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. നിൻ്റെ പേരെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് പറഞ്ഞ അച്ഛൻ. അതിന് പിന്നെ അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവനന്തപുരത്ത് സന്ദേശമായി കൊടുക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അഭിഷേകം ചെയ്യുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യ മത്സരം പ്രഖ്യാപിക്കുവാൻ മകളെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിന്നില്ല. പിന്നെയും കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞു, മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 തിരുവനന്തപുരത്ത് സന്ദേശമായി കൊടുക്കുന്നത് ഇപ്രകാരമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ സന്ദേശം കൂടെ പറഞ്ഞു. 3 പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി ഏറ്റു. തന്നെ എഴുന്നേക്കാൻ സാധിച്ചു. നടന്നൊക്കെ നോക്കി, ഒന്നുമില്ല. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടൊന്നും ഒരു കുഴപ്പവും എനിക്കില്ല. ഒരു വേദന അടുത്ത് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു, ഇത് അനുഭവപ്പെട്ട ആൾ ഇവിടെ ഇരിപ്പുണ്ട്, ഉച്ച കഴിഞ്ഞ് പിന്നെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയിരിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ചോറ് താഴെ പോയി മേടിച്ചു. വിട്ട് കഴിഞ്ഞപ്പോഴേ താഴെ പോയി മേടിച്ചിട്ട് ചോറും കൊണ്ട് മുകളിലോട്ട് കയറി. ഒരു കുഴപ്പവും ഇല്ല, ഒരു വേദനയോ അസ്വസ്ഥതയോ ഒന്നുമില്ല. ചോറ് കൊണ്ടു ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ച് പാത്രം കൊണ്ട് താഴെ വെച്ചു. പിന്നെയും കയറി വന്നു. ഈ കയറ്റ ഇറക്കമൊക്കെ ഞാനാണെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ സുഖപ്പെട്ടു. അതിപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പ്രൊവിൻഷ്യാളന്മാർക്കൊക്കെ. ഏത് മഠത്തിലാണ് താമസിക്കുന്നത്? ഞാൻ അന്നേരം പ്രൊവിൻഷ്യൽ ഹൗസിലാണ്, പാലാ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുകയും ചെയ്തു. അതിനുശേഷം അമ്മ ഉടനെ തന്നെ ഈ ശുശ്രൂഷ രംഗത്തോട്ട് ഇറങ്ങാൻ സാധിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് ഉടനെ ഭരണങ്ങാനത്ത് ഈ എവാഞ്ചലേഷൻ്റെ ക്ലാസ് തുടങ്ങുന്നത് 3-ാം ബാച്ച് തുടങ്ങുക. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ വന്ന് എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പം എൻ്റെ വീട്ടുകാർ ഭരണങ്ങാനത്ത് സിസ്റ്റർ ബെനാട്ടിനെ കാണാൻ വന്നിട്ടുണ്ട്. അവർ ഞാനിവിടെ ഉണ്ടെന്ന് കേട്ടുകൊണ്ട് ഓടി വന്നു. അവിടെ എൻ്റെ ദൈവമേ, ഇനിയും വല്ലതും വന്നെങ്കിൽ അതുമായി ഇത് പൊക്കത്തിൽ കയറിയിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അന്നേരം അച്ഛന്മാർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ദൈവം കയറ്റിക്കൊണ്ട് വന്നതാണ്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു വിട്ടു. ഈ സുവിശേഷ വേലയിൽ അമ്മ ഈ കോളനിയിൽ കൂടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അത് മത്തോലി കോളനിയിലും പിന്നെ ഇവിടെ രാജീവ് ഗാന്ധി കോളനിയിലും പിന്നെ വരവുകാല കോളനി 3 കോളനിയിലൊക്കെ അമ്മ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമോ? കോളനികളിൽ ഈ മുത്തോലി കോളനിയിൽ ആദ്യം ഇറങ്ങിയത്. അന്നേരം അവിടെ എല്ലാവരും ഒരുമാതിരി വീടും ഒന്നുമില്ല, എല്ലാം കുഞ്ഞു കുഞ്ഞു മാടം പോലെയൊക്കെ ഉണ്ടുള്ളൂ. അങ്ങോട്ട് ഒത്തിരി കഷ്ടപ്പെട്ടവർ ജീവിക്കുന്നു. അങ്ങോട്ട് എല്ലാം പരാതിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ഇവർ പറഞ്ഞു, ഇതെന്നെ പറ്റി, ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞാൽ സുഖമില്ലായിരുന്നിട്ടപ്പം വന്നതല്ലേ. വചനം മനസ്സിലെപ്പോഴും എന്നെ തമ്പുരാൻ തന്നുകൊണ്ടിരിക്കും ഇവരോട് പറയേണ്ട വചനങ്ങളൊക്കെ തരുന്നതൊക്കെ ഞാൻ പറയും. എന്നിട്ട് എല്ലാ വീടുകളിലും കയറും. 10-27 വീടുണ്ട് അവിടെ. അതുങ്ങളുടെ വിഷമവും എല്ലാം കാണുമ്പോൾ കുഞ്ഞിനെ വീടൊക്കെ ചെറുതായിട്ട് സഹായിക്കേണ്ടതെങ്കിലല്ല ഞാൻ സഹായിച്ചു കൊടുക്കാൻ നോക്കും. പ്രൊഫസറോട് പറയും. അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്ന വഴിക്ക് എനിക്ക് കൈ രൂപ തരുവേ, കുറച്ച് രൂപ തന്നിട്ട് പറയും, ഇതുകൊണ്ടേ ആരെയല്ലോ ഒന്ന് സഹായിച്ചാളോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴല്ലേ മുമ്പടി രൂപ കിട്ടാൻ തുടങ്ങി. ആ മാനസാന്തരങ്ങൾ ഒത്തിരി നടന്നു. ഇവിടെ ഈ കോളനികളിൽ നിന്നൊക്കെ മദ്യപാനികളുമായിട്ട് അമ്മ ഒത്തിരി പേരെ ഈ മുരിങ്ങൂർ ധ്യാനത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഉണ്ട്. ചിലപ്പം 2 ബസ് കൊണ്ടുപോകുന്നേ. KSRTC ബസ്. പക്ഷേ ഒരു ബസ് ആദ്യമേ സിസ്റ്റേഴ്സിനെ മുഴുവൻ പെൻഷനായിരിക്കുന്ന സഹോദരങ്ങളെ മുഴുവൻ കൊണ്ടുപോയി
രോഗികളായിട്ടുമൊക്കെ ഓരോ മഠങ്ങളിലുള്ളവരെ മഠങ്ങളിൽ ചെന്ന് വിളിച്ച് കൊണ്ടുപോയി. നേരെ അങ്ങനെ കൊണ്ടുപോയപ്പം 59 പേരുണ്ടായിരുന്നു സിസ്റ്റേഴ്സ്. 59 പേരും കൂടെ ഒരു ബസ്സിനകത്ത് പ്രൈവറ്റ് ബസ്സാണ് കൊണ്ടുപോയത്. ആ ബസ്സിൻ്റെ കൂലിയും ബോണസും അലവൻസും ഒന്നും വേണ്ട, എല്ലാം ഇങ്ങനെ ഒത്തിരി കാശ് കൊടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ കാശ് കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ലോ. അത് കാരണം ഞാൻ KSRTC ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു വണ്ടി തരാമെന്ന് പറഞ്ഞു. KSRTC നല്ല ആഘോഷമായിട്ടായിരുന്നു പോക്ക്. എന്നുവെച്ചാൽ 2 വണ്ടിയിലും 100-200 പേരിലും കാണും. പിള്ളേർ കുത്തിയിരിക്കുകയൊക്കെ ചെയ്തോളാമെന്ന് പറയും. അങ്ങനെ എല്ലാം കുത്തിയിരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അന്നേരം മദ്യപാനികളെ കൊണ്ടുപോകും. മദ്യപാനികളെ കൊണ്ടുവന്ന് നിങ്ങൾ കയറ്റും. ഞാൻ കയറുന്ന വണ്ടിയല്ല, അതിനെ കയറ്റുള്ളൂ മദ്യപാനികളെ. എന്നിട്ട് ഇവർ പറയുമ്പോൾ പറയും ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണമെന്ന് പറയും. ഇവർ ബസ് സ്റ്റാൻഡിൽ കുടിസാധനമുണ്ട്, അതുകൊണ്ട് അവർ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയേക്കരുത്, ബസ് സ്റ്റാൻഡിൽ കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ അവർ ചെയ്തോളും. എന്നിട്ട് പുറത്ത് പോയി നിങ്ങൾക്ക് എന്നാ ആവശ്യമുണ്ടെന്ന് സാധിച്ചെന്ന് പറഞ്ഞാൽ ആ കരിശമാണ് ഇതൊക്കെ. അങ്ങനെ ധ്യാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ മറ്റൊരു നല്ല മനുഷ്യരായി വരും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാല ഡിപ്പോയിൽ നിന്നും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്ന സ്പെഷ്യൽ സർവീസ് ബസ് ഉടൻ പുറപ്പെടുന്നു. പിന്നെ 1980 മുതൽ KSRTC കണ്ടക്ടറായിട്ട് ജോലി കയറിയതാണ്. ഏതാണ്ട് 2014 പാലയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. 33 കൊല്ലത്തെ സർവീസിൽ 1 കൊല്ലം ഒഴിച്ച് ബാക്കി എല്ലാ കാലവും പാലയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ സിസ്റ്റർ കലിസ്റ്റസ്, ഞാൻ ഈ പുലിയന്നൂർക്കാരനാണ്. സിസ്റ്ററും ഈ പുലിയന്നൂർ ഇവിടെ മഠത്തിൽ നിന്നാണ് ഈ കോട്ടയ്ക്ക് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകാൻ വാഹനം അന്വേഷിച്ച് വരുമ്പോൾ അടുത്ത അയലോക്കം എന്നുള്ള നിലയിൽ തന്നെ അല്ലെങ്കിൽ പോലും വളരെ കാര്യമായിട്ട് സർവീസ് ഇങ്ങനെ അയക്കുന്നതിന് വേണ്ടി ഞാനോട് സഹായിച്ചിട്ടുണ്ട്. ഏതാണ്ട് 500-ൽ പരം ട്രിപ്പുകൾ പല KSRTCയിൽ നിന്ന് കോട്ടയ്ക്കുള്ള അല്ലെങ്കിൽ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ട് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ KSRTC ബസ് നമ്മളൊരു സർവീസ് നടത്തിയാൽ 50 പേര് സീറ്റിംഗ് ആളിനുള്ള യാത്രക്കൂലി കിട്ടുമ്പോൾ ഈ സിസ്റ്റർ ആളെ കൊണ്ട് വരുമ്പോൾ 80, 90, 100 പേരൊക്കെയാണ് ഒരു ട്രിപ്പിന് KSRTC ബസ്സിൽ കയറി പോകാൻ സാധിക്കുന്നത്. അത് KSRTCക്കും ഒരു വരുമാന മാർഗമായിരുന്നു. ഒരൊച്ചപ്പാടും ബഹളമില്ലാതെ മൊത്തം ആൾക്കാരുടെ ടിക്കറ്റ് സിസ്റ്റർ തന്നെ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കണ്ടക്ടർക്ക് കൊടുക്കുക. അത് ജീവനക്കാരെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയായിരുന്നു. ആദ്യകാലത്തൊക്കെ നമ്മുടെയൊക്കെ സപ്പോർട്ടൊക്കെ വേണ്ടി വന്നെങ്കിലും അവസാനമൊക്കെ ഒരു കുറേ 2-3 വർഷമായി കഴിഞ്ഞപ്പം സിസ്റ്റർ നേരിട്ട് ഇവിടെ പാലായിൽ വന്നാലും ചാലക്കുടി പോയി ചെന്നാലും വണ്ടി ഉടനെ അറേഞ്ച് കൊടുക്കുന്ന സംവിധാനം KSRTCയുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാരോടും മറ്റ് യാത്രക്കാരോടും അവരോടൊക്കെ വളരെ സൗമ്യമായിട്ട് പെരുമാറാനും ബന്ധപ്പെടാനും ഒക്കെ സിസ്റ്ററിൻ്റെ ഈ രീതികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കലിസിസമ്മയുടെ കൂടെ ഇങ്ങനെ 1-2 പ്രാവശ്യം എനിക്കും ഈ മുരിങ്ങൂർക്ക് ആളുകളെ കൊണ്ട് പോകുമ്പോൾ സഹായിക്കാൻ പോകാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊച്ചു ജൂനിയർ സിസ്റ്റർ ആയിരിക്കുമ്പോൾ ഈ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് ഞങ്ങളെ സഹായത്തിന് വിടും. അപ്പോൾ കയറുന്ന ആളുകളുടെ എണ്ണം എടുക്കാനും പേര് വിളിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ മദ്യപാനികളാണെങ്കിലും അമ്മയുടെ അടുത്ത് നല്ല ഒരു വളരെ ആദരവോടുകൂടി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. കൂടാതെ ഒരു ദിവസമാണെങ്കിൽ ഒരു പ്രാവശ്യം ധ്യാനത്തിന് പോകുമ്പോൾ മുരിങ്ങൂരിൽ നിന്ന് ഇങ്ങനെ അറിയിച്ചിരുന്നു, അത് ഫ്രീ ആണ് ആ ധ്യാനം, ആളുകളെയൊക്കെ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടുന്ന് അമ്മയെ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി 2 ബസ്സിന് ആളെയും കൊണ്ട് പോയ കൂട്ടത്തിൽ എനിക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഞാനിങ്ങനെ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ വളരെ തിരക്ക് കൂടിയത് കൊണ്ട് പിന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് പറ്റാത്തത് കൊണ്ട് ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ ചെന്നപ്പോഴത്തേന് 2 ബസ്സിന് ആളെയും കൊണ്ട് ചെല്ലുമ്പോഴത്തേന് അപ്പോൾ ഗേറ്റിങ്ങിൽ ആളുകൾ നിന്ന് അകത്തോട്ട് കയറാനായിട്ടുള്ള ബഹളം കൂട്ടുകയും മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങൾക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആളുകൾ ഇത്രയും കൂടുതൽ വന്നുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വന്ന് ആളെ ഇറക്കി ബസ് തിരിച്ചു പോവുകയും ചെയ്തു. വഴിയിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇനി എന്ത് ചെയ്യും? എന്നാൽ ഇന്നും അങ്ങനെ മൊബൈലൊന്നുമില്ല, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ പറയാനൊന്നും. അപ്പോൾ വിഷമം തോന്നി. പക്ഷെ അമ്മ വളരെ ശാന്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അമ്മ വേഗം തന്നെ ബഹളമൊന്നും കൂട്ടാതെ ചാലക്കുടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിപ്പോയി. അവിടെ ചെന്ന് ബസ് അന്വേഷിക്കാനായിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പോയി. എനിക്കാണെങ്കിൽ പേടിയൊക്കെ വരുന്നുണ്ട്, ഈ ആളുകളെയൊക്കെ ഇനി എന്താ ചെയ്യും, അമ്മ വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. കുറേ നേരം നിന്നിട്ട് അമ്മ ബസ്സൊന്നും കിട്ടിയില്ല, അമ്മ തിരിച്ചെത്തിയില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു പ്രൈവറ്റ് ബസ്സിന് കയറി, ഞാൻ ചാലക്കുടി ബസ്സിന് കയറി.
അവിടെ ചെന്നപ്പോഴറിഞ്ഞ് അവിടുന്ന് അമ്മ തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ ഇവിടെ വന്ന് വേറെ ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാനും അമ്മയും കൂടെ കൂടി ആ ആളുകളെ എല്ലാം കൂട്ടി തിരിച്ചു പോന്നു. അപ്പോഴും അമ്മയുടെ മുഖത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ദൈവഹിതമായിരുന്നു എന്നുള്ള ഒരു സമാധാനത്തിലാണ് അമ്മയ്ക്ക്, അല്ലാണ്ട് യാതൊരു അസ്വസ്ഥതയും തോന്നിയില്ല. അപ്പോൾ പിന്നെ എനിക്കും വലിയ വിഷമത്തിൻ്റെ കാര്യമില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ശാന്തമായിട്ട് ചെയ്യുന്ന ഒരു രീതി അമ്മയുടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം. ഈ കോളനികളിലേക്കൊക്കെ പോകാൻ അമ്മയെ സഹായിക്കാനൊക്കെ സിസ്റ്റേഴ്സ് തയ്യാറായിരുന്നോ? സിസ്റ്റേഴ്സ് തയ്യാറായിരുന്നു. എന്നുവെച്ചാൽ അവിടുന്ന് പ്രൊഫഷൻസിൽ നിന്ന് പറയും ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടതായതുകൊണ്ട് അവർക്കത് താല്പര്യമാണേ. അപ്പോൾ ഞാൻ കൂട്ടുവേണമെന്ന് പറഞ്ഞാൽ ഉടനെ എനിക്ക് ആളിനെ തരും. ഒരിക്കലും തനിച്ച് ഞാൻ പോയിട്ടില്ല, ഒരിക്കൽ പോലും. കോളനിയിൽ അവിടെ ഒരു കോളനി മിനിസ്ട്രി, കോളനിയിൽ എന്ന് വെച്ചാൽ മുത്തോലി കോളനിയിൽ ഒരു കുരിശുപള്ളി പണിതിട്ടുണ്ട്. മരോട്ടിച്ചോട്ടിലെ പ്രാർത്ഥനാ ഭവനമായിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതെ, അത് തുടങ്ങണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 5-6 പ്രാവശ്യം ചോദിച്ചിട്ടു ആ ചേട്ടന് ഇത് തരാൻ മടിയായിരുന്നു. ഈ കോണ് നല്ല സ്ഥലമല്ലേ എന്ന് വെച്ചു അവസാനം ചേട്ടന് 15 കൊല്ലമായിട്ട് കുടിയനായിരുന്നു. കുടിയെല്ലാം നിർത്തി ഒരിക്കലും കുടിക്കുകയില്ല. വിഷമം വന്നാൽ അങ്ങോട്ട് വരും, മടത്തി വരും എന്നോട് പറയും എനിക്കിങ്ങനെ വിഷമം വരുന്നു, കുടിക്കാനൊക്കെ തോന്നും. ഞാൻ പറഞ്ഞു കുടിച്ചേക്കരുത് കേട്ടോ, പോയതാന്ന് പറയും. അങ്ങനെ അവിടെ ചേട്ടൻ പറഞ്ഞു ഇനി എന്തേലും എൻ്റെ വേണ്ടിയിൽ എടുത്തോളാൻ പറഞ്ഞു. 4-5 മരം വെട്ടിക്കഴിഞ്ഞപ്പോഴേ നമുക്കുള്ള സ്ഥലമായി. അമ്മ ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞത്, മക്കളെ നമ്മളിങ്ങനെ ഭിന്നിച്ച് കഴിയേണ്ടവരല്ല, നമ്മളൊരു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മക്കളാണ്. പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിലും അവിടെ അധിക സ്നേഹവും ആ ഇടപെടലും കണ്ടപ്പോൾ ഞങ്ങൾ അമ്മയുടെ കൂട്ടത്തിൽ സഹകരിച്ചു. അമ്മ ഞങ്ങൾക്ക് മടത്തിക്കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് ഞങ്ങളുടെ വീട്ടിലെത്തിച്ചു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു നല്ല ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാം അത് അമ്മ പറയുന്നതനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ദിവ്യൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് ധ്യാനം കൂടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞാനാണ് ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പോയി ധ്യാനം കൂടി വന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇതൊന്നുമല്ല, ജീവിതമല്ല. അന്ന് ഇവിടെ ഒരു പാർട്ടി ഗ്രാമമായിരുന്നു ഞങ്ങളുടെ കോളനി എന്ന് പറയുന്നത്. അതൊന്നും വേർതിരിച്ച് ചിന്തിക്കാനും രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുക എന്നുള്ള ബോധ്യം വന്നപ്പോൾ ഞാൻ ഈ ആ സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഒരു ധ്യാനം കൂടിയപ്പോൾ എനിക്കൊരു വചനം കിട്ടിയിരുന്നു. മനുഷ്യായി ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? 10:16-26 വാക്യം മറക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ കൂടി ക്രിസ്ത്യൻ പ്രവർത്തനത്തിൽ ഞാൻ കൂടി കുറേ അധികം പേരെ ഞങ്ങൾ ധ്യാനം കുടിപ്പിക്കുകയും ഈ നമ്മുടെ ഈ കോളിനുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സ് മാറുകയും അവരൊക്കെ ദൈവികമായിട്ട് ചിന്തിക്കാനും നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലമില്ല, നമുക്കൊരു സ്ഥലം വേണം. അതുകൊണ്ട് കലിയച്ചമ്മ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരു 40 വെള്ളിയാഴ്ചയെങ്കിലും ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുക, ആരെങ്കിലും 2 സെൻറ്റ് സ്ഥലം തരും. അങ്ങനെ 40 വെള്ളിയാഴ്ച ഒന്നും ഇരിക്കേണ്ടി വന്നില്ല. 3-ാമത്തെ വെള്ളിയാഴ്ച കാര്യത്തിന് തീരുമാനമായി. ഈ വഴിക്ക് കുഞ്ഞൻചേട്ടനോട് ചോദിച്ചു ഞങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലം വേണം, അതിന് ഞങ്ങൾക്ക് 2 സെൻറ്റ് സ്ഥലം തരാമെന്ന് കലിയച്ചമ്മ തന്നെയാണ് ചോദിച്ചത്. കുഞ്ഞുവച്ചേട്ടൻ അരിയസ് പറഞ്ഞു. അന്ന് പ്രോഷ്യാമ്മയോടും പറഞ്ഞ് വികാരിച്ചമ്മയോടും പറഞ്ഞ് അവരുടെ പോഷകോസിൽ അതിന് പൈസ ഒക്കെ മുടക്കി ഞങ്ങൾക്കൊരു കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഒരു കെട്ടിടമാണ് ആദ്യം ഇവിടെ ഉണ്ടാക്കിയത്. 2 സെൻറ്റ് സ്ഥലമാണ് അവിടെ കുഞ്ഞാറ്റം തന്നത്. ആ കെട്ടിടമാണ് കുരിശുപള്ളിയുടെ രൂപത്തിൽ പണിയണമെന്ന് ഉള്ള ആഗ്രഹം കൊണ്ട് ഫ്രണ്ട് വശം കുരിശിയുടെ പള്ളിയുടെ രൂപത്തിലാണ് പണിത്. അങ്ങനെ ആദ്യമായിട്ട് 1994 മെയ് മാസം 11-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു വണക്കമാസത്തിൻ്റെ ഒരു പ്രാർത്ഥന വെക്കണമെന്ന് വികാരിച്ചനോട് ചോദിച്ചു, അനുഭവം മേടിച്ചു ചോദിച്ചു. ആ വളർച്ച വലുതായിരുന്നു. കലിയച്ചമ്മ ചെയ്ത ഈ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് തന്നെ പൊട്ടിച്ചെന്ന് പറയാം. ഇവിടെ വന്ന് പാർട്ടി ഗ്രാമം എന്ന് മാത്രമല്ല റൗളിയുടെ കേന്ദ്രവുമായിരുന്നു. മദ്യപാനികൾ മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ ഈ കോളനിയിൽ. അതൊക്കെ മാറി കലിയച്ചമ്മയുടെ ആ നല്ല പ്രവൃത്തി അതുകൊണ്ട് ഇപ്പോൾ അതൊരു കുരിശുപള്ളിയായി. ഇപ്പോൾ ആ കുരിശുപള്ളിയിൽ എല്ലാ മാസവും എല്ലാ ചൊവ്വാഴ്ചയും യൂദാശ്രീയുടെ നൊവേനയും മെയ് മാസ വണക്കവും അവസാനം പെരുന്നാളും ഒക്ടോബർ കൊന്തമാസവും ഒക്കെ ആചരിക്കുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുത്തതും അതിനൊക്കെ സഹനം സഹിച്ചതും സിസ്റ്റർ കലിയച്ചമ്മയാണ്. കലിയച്ചമ്മയുടെ കൂടെ ഒരു സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ സെലിൻ മരിയ. അൽപ്പുനസ കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. അവരിപ്പോൾ കിടതലൂർ മഠത്തിലാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവരിതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കലിസ്റ്റസമ്മ ഈ മദ്യപാനികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. കുഞ്ഞുകുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ സ്ഥലത്ത് തന്നെ ഈ മഠത്തിനോട് ചേർന്ന് തന്നെ ഒരു 4 സെൻറ്റ് സ്ഥലത്തിൽ ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നുണ്ട്.
ഈ കുഞ്ഞുകുട്ടിച്ചേട്ടനെ കുറിച്ച് അമ്മയ്ക്ക് ഒന്ന് വിശദീകരിച്ച് പറയാവോ? കുഞ്ഞുട്ടിച്ചേട്ടന് കടനാട്ടാ വീട്. ഉവ്വ. നല്ലൊരു വീട്ടിലെ ആളാണ്. ഗവർണർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള വലിയ വീട്ടിലെ ആളാണ്. ഉവ്വ. 11 വയസ്സ് 12 വയസ്സായപ്പോൾ ഈ ചേട്ടനെ അപ്പൻ അടിക്കും. അപ്പൻ കുടിക്കുന്നയാളാണ്. എന്നിട്ട് അപ്പനെ ഈ ചെറുക്കൻ ചെയ്യുന്നൊന്നും പോരാന്നും പറഞ്ഞുകൊണ്ട് അടിക്കും. അതുകൊണ്ട് അടി പേടിച്ചിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോയിട്ട് അപ്പൻ അന്വേഷിച്ചില്ല. പോയത് പോട്ടെന്ന് പറഞ്ഞു. വേളെ മക്കൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. മക്കളുടെ മക്കൾ. അതിനുശേഷം പിന്നെ ഈ കുഞ്ഞുകുട്ടിച്ചേട്ടന് ഈയിടെ അദ്ദേഹത്തിന് ഭാര്യയൊക്കെ മരിച്ചു പോയല്ലോ. ഭാര്യ മരിച്ചുപോയി അസുഖമായിട്ട്. അത് മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ പുള്ളിക്ക് കിഡ്നിക്ക് സുഖമായിട്ടായിരുന്നു. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമെന്ന് പറയുവേ. ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാർ സമ്മതിക്കും. ICUലാണെങ്കിലും കയറി കണ്ടോളാൻ പറയും, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്. അങ്ങനെ കയറി വരുമ്പം കൊന്ത വേണമെന്ന് പറയും. കൊന്ത കൊടുക്കും. പ്രാർത്ഥിച്ച് വരും. അങ്ങനെ കുറേ നാൾ കിടന്നു കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അതിനുശേഷം ഈ അമ്മയുടെ ഈ അസുഖം ഇങ്ങനെ കൂടി അമ്മ മരിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പണമെല്ലാം ചിലവായി. അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ തീർന്നു. അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാതെയായി. ഈ അപ്പനും പിന്നെ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു ഒരു തരത്തിൽ. പിന്നെ ഇളയ മകനും ഈ അപ്പനും തന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു, വീടൊന്നുമില്ലാതെ. അപ്പോൾ അങ്ങനെ നടന്നു കഴിയുമ്പോൾ ഈയിടെ ഞാൻ ഈ കോൺവെൻറ്റിൽ വന്നതിന് ശേഷം അവർക്ക് വീടില്ല എന്ന് പറഞ്ഞൊക്കെ അവരിവിടെ വന്നു അമ്മയുടെ അടുത്ത് പരാതിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ വളരെ വിഷമിച്ച് ചാപ്പലിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് തന്നെയല്ല പലപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാമ്പത്തിക സഹായം തരാവോ, ഇങ്ങനെ കുഞ്ഞുകുട്ടിച്ചേട്ടന് വീട് പണിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ പിന്നെ ഞങ്ങളുടെ കോൺവെൻറ്റുകളിലേക്കൊക്കെ അമ്മ ഫോൺ വിളിച്ച് ചോദിച്ചു. അമ്മ പണ്ട് ഏതോ ഒരു മഠത്തിന് 4 സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീട് പണിയാൻ വേണ്ടി. ആ മഠത്തിലോട്ടൊക്കെ വിളിച്ച് ചോദിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ എല്ലാ മഠത്തിലോട്ടും ഇങ്ങനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നത്? ഈ സാന്തോ മഠത്തിന് 7-7.5 ഏക്കർ സ്ഥലമുണ്ടല്ലോ, എന്നാൽ ഇവിടെ നിന്ന് ഒരു 4 സെൻറ്റ് സ്ഥലം കൊടുത്താൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്കത് വലിയൊരു സന്തോഷമായി. ഉടനെ അമ്മ പറഞ്ഞു, മദർ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നാ കൊടുക്കുന്ന തടസ്സം? പ്രൊഫഷലമ്മ പറഞ്ഞു ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അമ്മയോട് ഇപ്പം തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം താമസിച്ചില്ല, വേഗം തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ കാരുണ്യ വർഷമൊക്കെ പ്രമാണിച്ച് അങ്ങനെ അവിടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും താമസിക്കാൻ സ്ഥലം വെച്ച് കൊടുക്കാമെന്നൊക്കെ ഒരു ചെറിയ തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു, അവിടുന്ന് 2 വീട്ടുകാർക്ക് വേണ്ടിയിട്ട് 8 സെൻറ്റ് സ്ഥലം നമുക്ക് നമ്മുടെ പറമ്പിൻ്റെ അതിന് അങ്ങ് മുകളിലായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴും പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചില്ല, സ്ഥലം കൊടുത്താൽ മതി എന്നൊക്കെ ഞാൻ. പക്ഷേ ഒരു സുപ്പീരിയർ എന്ന നിലയിൽ അതിൻ്റെ വരുന്ന നൂലാമാലകളെക്കുറിച്ചൊന്നും പെട്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ അവസാനപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായത്. എന്നുവെച്ചാൽ അതിൻ്റെ ആധാരവും പിന്നെ അതിൽ തിരിക്കാനും ഒക്കെ വന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. എങ്കിലും ആ 4 സെൻറ്റ് സ്ഥലം കൊടുത്ത് അതിൻ്റെ ആധാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒത്തിരി പേര് അതിന് വീട് പണിയാൻ വേണ്ടി സഹായമൊക്കെ കൊണ്ട് വന്നു. 50,000 രൂപയും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് അമ്മ അതെല്ലാം മേടിച്ച് ഇങ്ങനെ കൂട്ടി എൻ്റെ കയ്യിൽ തന്ന് അതെല്ലാം ബാങ്കിലിട്ട് അങ്ങനെ വീട് പണിയാൻ തുടങ്ങി. പെട്ടെന്ന് ഈ കഴിഞ്ഞ വർഷം തന്നെ ആ വീട് പണിത് അത് വെഞ്ചിരിക്കാനൊക്കെ സാധിച്ചു ഞങ്ങൾക്ക്. അപ്പോൾ ഉടനെ തന്നെ ഇനി അതിൻ്റെ മകൻ്റെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അമ്മ എൻ്റെ വീട്ടുകാരുടെ എന്നും അമ്മയോട് പറയും, എൻ്റെ കാലിനൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നേ, പഴുത്ത് ഒഴി കാലിൽ അസ്ഥി വരെയും തെളിഞ്ഞതാണ്. അപ്പം അമ്മയുടെ അടുത്തേന്ന് പറഞ്ഞു, അമ്മ എന്നെ ഷാപ്പിൽ വന്ന് വേറെ ആൾ വിട്ട് വിളിച്ച് ഷാപ്പിന് പുറത്തിറക്കി, ഇത് ഷാപ്പിലെ പണി നിർത്തണം പോരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെക്കൊണ്ട് ഇപ്പം പറ്റുന്ന കാര്യമൊന്നുമല്ല, ഞാൻ ഈ പണി നിർത്തി പോരുകയില്ല, അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അമ്മ 2 പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചട്ടിയും കലവും എല്ലാം കൂടെ ഉപേക്ഷിച്ച് കളഞ്ഞേച്ച് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് അമ്മ എന്നെ മുരിങ്ങൂരൊക്കെ കൊണ്ടുപോയി. ആ ഒരു പോക്കിനൊന്നും എനിക്കൊന്നും പുറത്തിറങ്ങിയപ്പോഴും അന്നേരം കള്ളു കുടിക്കാനൊക്കെ കരുതി കേട്ടോ, അவ்வளோதான் പറയാമല്ലോ. അപ്പോൾ ഈ കാലിങ്ങനെ പൊട്ടി ഒഴി ഇത് കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, എൻ്റെ കാല് കാണാം, ഇപ്പോഴും ഇത് കണ്ടോ, ഈ കാണുന്നതെല്ലാം എല്ല് വരെയും കാണുന്നതായിരുന്നു തെളിഞ്ഞ. അത് കഴിഞ്ഞ് അമ്മ മരീനിൽ പ്രൊഫഷണമ്മയുടെ ഏർപ്പാടിൽ എന്നെ കാലിൻ്റെ ഞരമ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. 17 ദിവസം 18 ദിവസം അവിടെ കിടന്നു. എന്നിട്ടും പിന്നെ ആ പഴുപ്പ് നിൽക്കുന്നില്ല, പിന്നെയും പഴുത്തുകൊണ്ട്. പിന്നെ അമ്മ ഒരു 3 പ്രാവശ്യം എന്നെ അവിടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മരുന്നൊന്നും ഇല്ലാതെ അത് അങ്ങോട്ട് കാലിലേക്ക് അരിഞ്ഞു. ഹരീഷമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പിന്നെ എൻ്റെ വയറിനകത്തൊരു മുഴയുണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയായിട്ടിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ അല്ലാണ്ട് ഒരു പണിയില്ലെന്ന് പറഞ്ഞു. അപ്പം രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. അപ്പം മക്കൾക്കൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്ത് വന്ന അമ്മയോട് പറഞ്ഞു, അന്ന് എനിക്ക് വീടും ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല, കടത്തിനെ കിടക്കുന്ന പരുവത്തില്ല, ഒന്നുമില്ല,
ഞാനും എൻ്റെ മകനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരപേക്ഷ എഴുതി അച്ഛനും കൊണ്ടു കൊടുക്കുക, ഒരപേക്ഷ എഴുതിക്കൊണ്ട് പ്രൊഫഷണലമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. മടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കറിയത്തില്ല പ്രൊഫഷണൽ ആരാണെന്ന് അറിയത്തില്ല, പഴയതൊക്കെ ആണെന്ന് അറിയാമായിരുന്നു. അവിടുത്തെ മദർ വന്ന് എന്നോട് മേടിച്ചു. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇനി വാ, നേരം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇത് ഏതാണ്ട് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നോലെ സംഗതി പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കൊന്ത ചെല്ലിക്കോണം, അത് മുടക്കിയേക്കരുത് പറഞ്ഞു. അതുമൊക്കെ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് 3-ാം ദിവസം ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ മദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ അളവുകാരനെ വിളിച്ചുകൊണ്ട് ഇടപാടാക്കിയിട്ടുണ്ട്, അമ്മയാണ് അളവുകാരനെ വിളിച്ച് ഇടപാടാക്കി, അളവുകാരനുമായിട്ട് എന്നെയും വിളിച്ചു, ഞാനും ഒക്കെ ഞാൻ ഈ താഴെ ഒരു ചെറുക്കനോടൊരു തിരവെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും വന്നു, അമ്മയും ആരും എല്ലാവരും മദറും, അവിടുത്തെ മദറും ഇവിടുത്തെ മദറും വന്നു. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കയറി വന്നിട്ട് ഞങ്ങളൊന്ന് തിരിച്ചു. അച്ഛനെ കൊണ്ടുവന്ന് കല്ല് ഇടിച്ചോണം എന്നൊക്കെ പറഞ്ഞെല്ലാം ഇടപാടാക്കിയിട്ട് അമ്മ പറഞ്ഞ് ഇടപാടാക്കിയിട്ട് പോയി. ഇവിടുത്തെ മദറാണ് അതിൻ്റെ എല്ലാം പിന്നെ ഈ സ്ഥലത്തിൻ്റെ എല്ലാ ഏർപ്പാട് നടത്തിയത് അമ്മയാണ്. ഇനി ഞങ്ങൾക്ക് വിരയ്ക്ക് പണിയാൻ തുടങ്ങി. അച്ഛനെ കൊണ്ടുവന്ന് കല്ലിടിച്ചു. കല്ലിഷ്ടമ്മയ്ക്ക് കയറി പോരാൻ പറ്റാച്ചിട്ട് അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നു വിട്ടു. നീ ഇതുകൂടെ അവിടെ കൊണ്ട് വെച്ചോളാനും പറഞ്ഞ് അതൊക്കെ തന്നു വിട്ടു. ഈ കോളനിയിലൊക്കെ അമ്മയുടെ ശുശ്രൂഷയിലൊക്കെ കാണാനും അവർക്ക് അതിന് പങ്കുചേരാനും ഒക്കെ ആയിട്ട് സെമിനാരി വിദ്യാർത്ഥികളും ഒക്കെ വരുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. സെമിനാരി വിദ്യാർത്ഥികൾ 4 കൊല്ലം വന്നു. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ നിർത്തി, അവർക്ക് വേറെ പരിപാടിയായി. അപ്പോൾ ആ 4 കൊല്ലം വന്നെന്ന് പറഞ്ഞാൽ പിള്ളേർ വരുമ്പം അവർക്കൊരു നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും ഞാൻ. അങ്ങനെ കൊടുത്തിട്ട് ഇഴവറമ്പിലെ വീട്ടിൽ കയറ്റി അവിടെ ഒരുമിച്ചൊരു കൂടി പറഞ്ഞിട്ട് താഴത്തെ ഫിലോമിനയുടെ വീട്ടിൽ വളയമ്പള്ളി ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തിരിയുന്നത്. തിരിച്ചു വരുമ്പോഴും ഇനി അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചേട്ടന് ഒത്തിരി ബാങ്ക് ജോലിയുള്ള ചേട്ടനായിരുന്നു, അത് മരിച്ചു പോയില്ലേ പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ ദുഃഖമൊക്കെ ഉണ്ട് അവർക്ക്. അതിന് മാറ്റി പ്രാർത്ഥിച്ചിട്ട് പോരും. പ്രാർത്ഥിച്ചിട്ട് ഇഴവറമ്പിലെ വീട്ടിൽ വന്ന് ഭക്ഷണം അവരുണ്ടാക്കി തരും. അത് കഴിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ടെസ്സി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് മേലാത്തത്, അതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തീരുമാനങ്ങളെടുക്കും. ഈ പോയ പോലെ എങ്ങനെയുണ്ട് ഓരോരുത്തരും അവരുടെ പേപ്പറിൽ എടുത്തിട്ട് ഇങ്ങനെ എഴുതണമെന്ന് പറയും ഞാൻ. അപ്പം കോളനിക്ക് പോകാൻ ഇത്ര സിസ്റ്റേഴ്സും തികയാത്ത സ്റ്റാഫ് എൻ്റെ കൂട്ടത്തിലുള്ളവരുണ്ടല്ലോ, അവരെ കൂടെ കൊണ്ടുവരും, ആലീസ് കൂട്ടരൊക്കെ. അപ്പോൾ അവരോട് വന്ന് ഒരു 2 പിള്ളേർ പോകുന്ന കൂട്ടത്തിൽ ഇവർ 2 പേരുടെ കാണും. അങ്ങനെ 4 പേര് വീതം ഓരോ വീടുകൾ, 19 വീടുണ്ടല്ലോ അവിടെ രാജീവ് ഗാന്ധി കോളനിയിൽ. അപ്പോൾ അത് കഴിയുമ്പോൾ അതിലൂടെ കയറിയിട്ട് വരകാല കോളനിയിൽ കയറിയിട്ട് പിന്നെ താഴെ വരും. മുത്തോലിയിൽ അന്നേരം പോകാൻ പറ്റിയില്ല. പിന്നെ എത്ര ദിവസം കാണും ഇവർ ഈ ബ്രദേഴ്സ് ഒരു പ്രാവശ്യം വരുമ്പോൾ? ഒരു പ്രാവശ്യം വരുമ്പോൾ ഒരു ദിവസം മുഴുവൻ ദിവസത്തെ പ്രോഗ്രാം. പിന്നെ അവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ അവിടെ. അതിന് പിന്നെ ഞാനെന്ന് ചെല്ലുമെന്ന് പറയും. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ എൻ്റെ തീരുമാനം എടുത്ത് എങ്ങനെയൊക്കെ ആയി എന്നുള്ളത് സെമിനാരി പറയും. പിന്നെ പോരാത്തുണ്ടെങ്കിൽ പോലും അവിടെ സെമിനാരിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അന്നേരം ഈ അച്ഛനും പിന്നെ മറ്റേ വെട്ടുകല്ലേലച്ഛനും ഉണ്ട്. ഇനി മണ്ണുരച്ഛന് എന്തെങ്കിലും സമയം കുറവുണ്ടെങ്കിൽ വെട്ടുകല്ലേലച്ഛൻ തന്നെ പോരും, എപ്പോഴും കൂടുതലുണ്ടായിരിക്കും. ഇവിടെ ഞങ്ങളുടെ ഈ കുരുവനാൽ ഇടവകയിൽ തന്നെ ഒരു വീട് ഈഴപറമ്പിൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനോ, ആ ചേട്ടന് വലിയ താല്പര്യം അമ്മയുടെ ശുശ്രൂഷകളൊക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു മോള് ഇങ്ങനെ +2 പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അസുഖമായി കിടപ്പായിരുന്നു. 37 വർഷമെങ്കിലും ആയെന്ന് എനിക്ക് തോന്നുന്നു. ആ പെൺകുട്ടി അവിടെ ഉണ്ട്, നല്ല പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥനയും ഒക്കെ അവർക്ക് വലിയൊരു താങ്ങും തണലുമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ പെൺകുട്ടി വിളിക്കുകയും അമ്മയെ വണ്ടിക്ക് ഓട്ടോയ്ക്ക് അവിടെ കൊണ്ടുപോവുകയും ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ അമ്മ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കോളേജ് മിനിസ്ട്രി അല്ലെങ്കിൽ ബ്രദേഴ്സൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഈ ചേട്ടൻ അതിനെല്ലാം മുൻകൈ എടുത്ത് അമ്മയ്ക്ക് അവിടെ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആ ചേട്ടനെ ഇതിനെല്ലാം സഹായവും ചെയ്ത് തന്നിട്ടുള്ളൊരു ചേട്ടനാണ് ഈ ഇടവറമ്പിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ചേട്ടൻ.
കൊച്ചിന് മേലാതെ ഇരുന്നപ്പോൾ അമ്മയുടെ മുത്തോലി മഠത്തിൽ നിന്ന് കലിശിഷ്ടമ വരികയും ഞങ്ങളെയൊക്കെ ആദ്യമൊക്കെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുമായിരുന്നു. പോട്ടയ്ക്ക് ധ്യാനം കൂടാൻ പോകാം എന്നും പറഞ്ഞ് കെട്ടിയനോട് പറയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പറഞ്ഞു ഒന്നും പോകാൻ ഞാൻ കൊത്തില്ലായിരുന്നു. കൊച്ചിന് അന്ന് അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പോട്ടെ പോയി ധ്യാനിച്ചാൽ മാറുമെന്നൊക്കെ അമ്മ ഒന്ന് പറയുമായിരുന്നു. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പോകാൻ സൗകര്യം ഒത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കെട്ടിയവൻ സ്വന്തം മനസ്സോടെ തന്നെ പറഞ്ഞ് നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. 4 വർഷം ഞങ്ങൾ അമ്മ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് അവിടെ കഴിയാവുന്ന എല്ലാ സൗകര്യവും ഒരുക്കി തന്ന് ഞങ്ങൾ പ്രാർത്ഥനയെ കൂടി. 4-ാമത്തെ പ്രാവശ്യം പോയപ്പോൾ അവിടെ വെച്ച് പനക്കലച്ചൻ പനക്കലച്ചൻ്റെ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ പറഞ്ഞു, കാല് രണ്ടിനും സ്വാധീനം ഇല്ലാത്തൊരു കൊച്ച് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്കും ചിക്കൻ കുനിയ വന്ന് കാലിനൊക്കെ നീരായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കൊച്ചല്ലായിരിക്കും എന്നോർത്ത്. അത് കഴിഞ്ഞ് പറഞ്ഞു, അവൻ്റെ പേരെടുത്ത് പറഞ്ഞു. അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു. കൊച്ചിനെ മുറി കിടത്തി അവർ 2ാമത്തെ കൊച്ചും ഇളയവനെ മേലാത്തവനെ ഞങ്ങൾ കിടത്തിയേക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ അപ്പോൾ അടുത്തിരുന്നവരും പറഞ്ഞ് ചേച്ചിയുടെ കൊച്ചാണോ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് മുറി ചെന്ന് ഓടിപ്പോയി. ഞാൻ നോക്കുമ്പം കൊച്ച് കിടക്കുന്നിടത്തു നിന്ന് ഇറങ്ങി സ്റ്റേജിൽ വന്നു ഇറങ്ങി വരുമായിരുന്നു. അവിടുന്ന് വന്ന് സ്റ്റേജിൽ കയറി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ പഴയതുപോലെ തന്നെ കൊച്ച് നടക്കാൻ മേലാതെ ആവുക ചെയ്ത്. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ പലയിടത്തും കൊണ്ട് നടന്നു. ഒത്തിരി ചികിത്സകൾ ഞങ്ങൾ ചെയ്തു. ഒത്തിരി പ്രാർത്ഥനകളും കൂടി. എന്നാൽ ഇപ്പോൾ അതുപോലെ തന്നെ വരുക. നടക്കാനും മേലെ കൈയും വളഞ്ഞ് കാലും വളയുക. ഈയിടെയൊക്കെ ഒത്തിരി പനിയുണ്ടായി, ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് കാർമൽ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞ ദിവസവും പനിയായിട്ടിരിക്കുമായിരുന്നു. പിന്നെ അമ്മ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ണാനും കൊടുക്കാനും എനിക്കൊരു നേരത്തെ കഞ്ഞിക്ക് പോലും നിവൃത്തിയില്ലാതെ ഇവിടെ ഇരുന്ന അവസരങ്ങളിൽ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അമ്മ ഇവിടെ കഞ്ഞിക്കൊന്നും നിവൃത്തിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ വിളിച്ചു. ഞാൻ 2 പിള്ളേരും കൂടെ മഠത്തിൽ ചെന്നു, മുത്തോലി മഠത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരവും തന്ന് ജീപ്പ് വിളിച്ച് പുലിന്നൂർ മഠത്തിൽ കൊണ്ടുപോയി. എനിക്ക് പൈസയും തന്നു, അരിയും തന്നു. ഓട്ടോ വിളിച്ച് കുരുവനപ്പള്ളിക്ക് കൊണ്ടുവന്ന് വിട്ടിട്ടാണ് പോയത്. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ എൻ്റെ കൊച്ചിനെ തിരുമാൻ കൊണ്ടുപോയപ്പോൾ ഒക്കെ പൈസ തന്ന് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ അതുപോലെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്ക് ഉടുപ്പും തുണിയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവശല്യമായിട്ടാണ് ഞാൻ അമ്മയെ കാണുന്നത്. എൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഞാൻ നിർത്തുന്നത്. അമ്മ ചെയ്തതുപോലെ ഇപ്പോഴും ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് ഇറങ്ങുന്നില്ലല്ലോ അധികം. ഇല്ല. അപ്പോൾ ഈ പുതിയ തലമുറയോട് അമ്മയ്ക്ക് എന്താ ഒരു മെസ്സേജായിട്ട് എന്താ പറയാനുള്ളത്? അതേ, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലമേ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ പാവപ്പെട്ട മക്കളിലേക്കൊക്കെ ഇറങ്ങാൻ അവർ കുടിയും വലിയും ഒക്കെ നിർത്തിയിട്ട് നമ്മൾ പറയുന്ന പോലെ കേൾക്കും. അപ്പോൾ അവരെ ചെറുതായിട്ട് സഹായിച്ചാൽ മതി. അവർക്ക് പ്രാർത്ഥിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ മാതൃക കൊടുത്താൽ മതി. അപ്പോൾ അവരതെല്ലാം വേണ്ട പോലെ ചെയ്തോളും. ഇപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടി 150 വചനോത്സവം മേടിച്ച് എല്ലാ മാസത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് പാടില്ലേ? നമ്മൾ തന്നെ ത്യാഗം ചെയ്ത് ഇറങ്ങണം. അതുപോലെ ഇറങ്ങാൻ പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെയുള്ളതല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യാൻ. അങ്ങനെ പാവപ്പെട്ട മക്കളെ എല്ലാം ഏറ്റെടുത്ത് സഹായിച്ചാൽ വലിയ അനുഗ്രഹമായിരിക്കും അത്.